കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യു കഴുത്താണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടൈലറിങ്ങിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാം കൂടെ ഒരു വീഡിയോസിൽ ഒന്നിച്ചിട്ട് അങ്ങോട്ട് പറയണമെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് സ്ക്വയർ കഴുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുക, എങ്ങനെയാണ് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോയാലോ. എങ്ങനെയാണ് തയ്ക്കുക, എങ്ങനെയാണ് വിട്ടുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ എന്തായി? എവിടെ വരെയായി പെരുന്നാളൊക്കെ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ക്വയർ കഴുത്ത് എങ്ങനെയാണ് ക്യാൻവാസ് ഇല്ലാണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് കാണിച്ചു തരുന്നുണ്ട്. ക്യാൻവാസ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പെർഫെക്റ്റായിട്ട് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ എൻ്റെ അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് വട്ടം 3 എടുത്തിട്ടുണ്ട്, ഇറക്കം 5 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓരോരുത്തർക്കും പല വട്ടും പല ഇറക്കവും, കാരണം തടി കൂടിയവരും തടി കുറഞ്ഞവരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ സെയിം വട്ടം 3 ഒരു 3.5 തന്നെയാണ് ഏകദേശം വരുള്ളൂ. ഇങ്ങനെ വൈഡായിട്ടുള്ള കഴുത്തൊക്കെ വരുമ്പോഴാണ് കുറച്ച് വട്ടത്തിലൊക്കെ വ്യത്യാസം വരുള്ളൂ. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് കഴുത്തിൻ്റെ വട്ടം പറയണത് 3, ഇറക്കം എന്ന് പറയണത് 5 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തുണിയുടെ മടക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കി ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സ്ക്വയർ കഴുത്താണല്ലോ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ അതൊന്നും ചെയ്യേണ്ട, അതിൽ കൂടെ നമ്മൾ വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ. അപ്പോൾ ക്യാൻവാസ് ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് അറിയാത്തവരും ഉണ്ടാവും, അറിയുന്ന ഒരുപാട് പേരും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോസിൽ തന്നെ കഴുത്ത് നമ്മൾ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എല്ലാം കൂടെ ആകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഈ ഒരു സ്ക്വയർ കഴുത്ത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ ഓരോ ഭാഗമായിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്വയർ കഴുത്തിൽ വെട്ടിയെടുത്തിട്ടുള്ളത്, കണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങനെ അടിച്ച് പഠിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ലാണ്ട് തുടക്കം തന്നെ നല്ല തുണി മേടിച്ചിട്ട് അതിലൊന്നും ഒന്നും ചെയ്യരുത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ആ കഴുത്ത് വെട്ടിയത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു സെയിം പീസ് അങ്ങനെ ഒരു ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ് നമ്മൾ എടുക്കുക. പിന്നെ അതിൻ്റെ മേലെയിട്ട് നമ്മൾ കഴുത്ത് വെച്ച് കൊടുക്കുക. അതായത് നല്ല വശം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അതായത് ആ തുണി ഇങ്ങനെ വെച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിച്ച് വരുമ്പോൾ നമുക്ക് ചീത്ത വശത്തേക്കാണ് ആ കഴുത്തിൻ്റെ ഭാഗം മറിഞ്ഞ് വരേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെച്ച് കൊടുക്കാൻ. അതായത് ഒരു പീസ് വെച്ചതിന് ശേഷം അതിൻ്റെ നല്ല വശം അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മളതിങ്ങനെ അടിച്ചു വരുമ്പോഴാണ് ആ ഒരു ഭാഗം നമ്മൾ ചീത്ത വശത്തേക്ക് മറിക്കുക. അല്ലാണ്ട് നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നല്ല വശത്തേക്കല്ല വരിക. അപ്പോൾ അത് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ചീത്ത വശത്തേക്കാണ് നമ്മൾ മറിച്ച് കൊടുക്കേണ്ടത്. ഈ വീഡിയോസിൽ കാണുന്ന പോലെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് അടിച്ചിട്ട് അവിടെ കുത്തി നിർത്തുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മൾ അവിടുന്ന് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. കണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ഒരുപാട് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏത് അറിയാത്ത ആളുകൾക്ക് പോലും ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഡ്രസ്സൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ ഭാഗത്തവിടെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ കെട്ടിടേണ്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് അതിൻ്റെ അരിക്കൽ കൂടെ ആ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കണം. ബാക്കി വരുന്ന ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇനി നമ്മൾ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് ആ ഒരു പീസ് അങ്ങോട്ട് വെട്ടി മാറ്റണം.
വെട്ടി മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഓരോ വെട്ടിട്ട് കൊടുക്കുക. ആ 2 കോർണർ ഉണ്ടല്ലോ, കോർണറിൽ വെട്ടിട്ട് കൊടുക്കുക. അതുപോലെ മറ്റുള്ള സൈഡിലൊക്കെ വെട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് വേണം നമ്മൾ വെട്ടിട്ട് കൊടുക്കാൻ. കാരണം നമുക്കത് ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് മറിക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ഭാഗത്തും ഓരോ വെട്ടുകൾ സ്റ്റിച്ചിൻ്റെ മേലെ കൊള്ളാണ്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കത് മറിച്ച് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞ് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് ഓരോ വെട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമുക്കത് മറിച്ച് കൊടുക്കാം. മറിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ചടിക്കണം. ഇപ്പം നമ്മളത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പതിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.